നമുക്ക് ബീഡ്സ് വെച്ചിട്ട് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെറിയൊരു ലീഫ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ലീഫിൻ്റെ ഈ മുകളറ്റത്തു നിന്നാണ് നീഡിൽ കുത്തിയെടുക്കുന്നത്. നീഡിൽ നമ്പർ 12 തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സരി ത്രെഡിലാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് ഷുഗർ ബീഡ്സിനെ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് എത്ര എണ്ണം വേണമെന്ന് നോക്കിയിട്ട് ബാക്കി അഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിലേക്ക് വെച്ച് ഒന്ന് വെച്ച് നോക്കാം. ഓക്കെയാണ്. ഈ ഒരു ലൈൻ തുടങ്ങുന്നിടം വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത്രയും അടുപ്പിച്ച് വെച്ച ശേഷം നമ്മൾ നീഡിൽ കുത്തി ഇറക്കുന്നു. ദെൻ നമ്മളിതിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഒരു സൈഡ് ഫില്ല് ചെയ്യുക. അപ്പുറവും ഇപ്പുറവും മാറി മാറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമുക്കൊരു ഇത്തിരി നീക്കിയിട്ട് ഈ ലീഫിൻ്റെ ബോർഡറിൽ വീണ്ടും നമ്മൾ നീഡിൽ കുത്തിപ്പൊക്കുവാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് വേണ്ട അത്രയും ബീഡ്സ് എടുക്കാം. കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട്, വെച്ച് നോക്കാം. ഓക്കെയാണ്. നമുക്കതവിടെ കുത്തി കൊടുക്കാം. കുത്തി ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. ബോർഡറിൽ തന്നെ കുത്തണേ. കുറച്ചൊന്ന് ഇറക്കി കുറച്ചുകൂടെ ഇങ്ങനെ ഇറക്കിയാണ് ചെയ്യേണ്ടത്. ബോർഡറിൽ തന്നെ കുത്തി കൊടുക്കുക. വലിച്ച് ടൈറ്റ് ചെയ്യാം. നമുക്ക് ബാക്കി ബീഡ്സിനെ കോർത്തെടുക്കാം. എണ്ണമല്ല, നമുക്ക് ലെങ്ത്താണ് കറക്റ്റായി വരേണ്ടത്. കുറച്ച് എണ്ണ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇതിൽ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് വരേണ്ടത്. പാരലലായിട്ട് വരുന്ന രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഇത് താഴോട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഇറക്കിയിട്ട് കുത്തുവാണ്. വീണ്ടും നമ്മൾ ബീഡ്സിനെ കോർക്കുന്നു. കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്, വെച്ച് നോക്കാം. അത് കുറച്ച് കൂടുതലാണ്, അപ്പോൾ ഒരു ബീഡ് നമുക്ക് വേണ്ട. അപ്പോൾ അതിലൂടെ ഒന്നുകൂടെ ബാക്കിൽ നീഡിൽ പോയാൽ മതി. അപ്പോൾ ആ ബീഡിങ് പുറത്തോട്ട് വന്നോളും. അപ്പം നമ്മൾ കറക്റ്റാക്കി വെച്ച് കുത്തി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇപ്പുറത്തേക്ക് കുത്തുവാണ്. ഇനിയിപ്പം ബീഡ്സിൻ്റെ എണ്ണം കുറവ് മതി, നമുക്ക് ലെങ്ത്ത് കുറവ് മതി. ചെറിയ ഏരിയാസാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ഇതും ഒരു ബീഡ് നമുക്ക് കൂടുതലാണ്. നമ്മളതിലൂടെ ഒന്നുകൂടെ നീഡിൽ കയറ്റുവാണ്. അപ്പോൾ ആ ബീഡിങ് പുറത്തോട്ട് പോരും ഉണ്ടോ. അപ്പോൾ അതിനെ അഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട അത്രയും ബീഡ്സിനെ വെച്ചിട്ട് നമ്മൾ കുത്തുവാണ്. കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ടൈറ്റ് ചെയ്ത് പോകണം കേട്ടോ. ലാസ്റ്റ് ടൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നാൽ ചിലപ്പോൾ ടൈറ്റ് ആക്കാൻ പറ്റില്ല. ഓരോ സ്റ്റേജിലും ഓരോ ലൈൻ ചെയ്യുമ്പോഴും നമ്മൾ അത് ടൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോവാം കേട്ടോ. ഓക്കെയാണ്. സൈഡ് കുത്തി കൊടുക്കാം. ഇപ്പുറത്തെ സൈഡും കൂടെ ആയാൽ നമുക്കിത് ഫില്ലായിട്ടുണ്ട്.
ഓക്കെ, നമ്മുടെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടിയിൽ കെട്ടിട്ട് കൊടുക്കാം.